employers. Then managerial economicsലെ second chapterലേക്ക് നമ്മൾ കടക്കുകയാണ്. Demand and supply, or what are the concepts of demand and elasticity of demand. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എക്കണോമിക്സിലെ ഡിമാൻഡിൻ്റെ പ്രാധാന്യം. അതായത് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡും സപ്ലൈയും ഈക്വലൈസ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം പഠിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യമായിട്ട് നമുക്ക് എന്തായിരുന്നു വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ്, വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഡിമാൻഡ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ്. ക്ലാസ്സിലായിരുന്നു പറയും എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുക. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ദെൻ അതിൽ ആ ഒരു സെൻറ്റൻസ് നമുക്ക് ഭയങ്കര ഫെമിലിയറാണ്. വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ്. ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ, നമ്മൾ പറയാറുള്ളതാണ്. ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഡിസയറാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹമാണ് പിന്നീട് അത് എന്തായിട്ട് മാറുന്നത്, ഡിമാൻഡായിട്ട് മാറുന്നത്. അപ്പോൾ ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അതിൻ്റെ കൂടെ രണ്ട് കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് 100 രൂപയുടെ അല്ലെങ്കിൽ നമ്മളൊരു 10,000 ഒരു കാറ് വാങ്ങിക്കണം നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. ദെൻ അവിടെ നമുക്ക് എടുക്കാവുന്നൊരു എക്സാമ്പിൾ, കാറ് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നമ്മൾ അതൊരു ആഗ്രഹമാണ്, പക്ഷേ ആഗ്രഹം ഒരിക്കലും എന്താവുന്നില്ല, ഡിമാൻഡായിട്ട് മാറുന്നില്ല. അപ്പോൾ ഈ ആഗ്രഹത്തെ ഡിമാൻഡ് ആക്കണമെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രോങ് ഡിസയർ, അതിയായിട്ടുള്ള ആഗ്രഹമാണ്, എന്തായാലും വാങ്ങിച്ചേ പറ്റൂ, നമുക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ട്, പബ്ലിക്കായിട്ടുള്ള വെഹിക്കിൾസ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാർ എത്രയായാലും നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ തോന്നുകയാണ്, നെസസിറ്റി ആയിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊരു സ്ട്രോങ് ഡിസയർ മനസ്സിലുണ്ട്. ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. മാത്രമല്ല അപ്പോൾ നമുക്ക് അത്രയും ആ കാർ വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. എബിലിറ്റി ടു പേ, അത് അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാനോ എന്തായാലും എബിലിറ്റി ടു പേ, അത് വാങ്ങിക്കാനുള്ള പൈസ, സാമ്പത്തിക ഫൈനാൻഷ്യൽ സോഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ ഫിനാൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ ഫിനാൻസ് ഉണ്ടായാൽ മാത്രം പോരാ, ദെൻ വില്ലിങ്നെസ് ടു പേ. എൻ്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയുണ്ട്, പക്ഷേ ഞാൻ കാറ് വാങ്ങിക്കാനായിട്ട് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മൈസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുള്ളതാണ്. അയാൾ എപ്പോഴും ഓരോ രൂപയും കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അതിൽ നിന്ന് 1 രൂപ പോലും ചിലവഴിക്കാനായിട്ട് തയ്യാറാവില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ അതെന്തായിട്ട് മാറില്ല, ഡിമാൻഡായിട്ട് മാറില്ല. അപ്പോൾ ഡിമാൻഡ് ആവണമെങ്കിൽ ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടാവണം, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, സ്ട്രോങ് ഡിസയർ ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അതേസമയം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് വില്ലിങ്നെസ്, നമ്മൾ സ്വയം തയ്യാറാവുകയും വേണം. വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ, കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോഴാണ് അത് ഡിമാൻഡായിട്ട് മാറുന്നത്. Then demand is the basis of all productive activities. Necessity is the mother of invention. Demand is the mother of production. അതായത് ഡിമാൻഡ് ഈസ് ദ ബേസ് ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമോ, ഓരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺ ദി ബേസ് ഓഫ് ഡിമാൻഡ്. ഇതിനൊരു ഡിമാൻഡ് ഉണ്ടാവും, ഈ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഡിമാൻഡ് ഈസ് ദ ബേസ് ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. എല്ലാ പ്രൊഡക്ഷൻ്റെയും പിറകിലെ അതിനുശേഷം ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു നെസസിറ്റിയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മദർ എന്ന് പറയുന്ന ഡിമാൻഡാണ്. ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. ദെൻ സോ നമുക്ക് thus a desire which is backed by willingness to pay and ability to pay, it is called as demand in economy. Then ഇവിടെ ഓർഡിനറി ലാംഗ്വേജിൽ ഡിമാൻഡ് മീൻസ് ഡിസയർ മീൻസ് ദ വിഷ് ടു ഹാവ് സംതിങ്. സാധാരണ രീതിയിൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ലാംഗ്വേജിൽ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്ന വേർഡിനെ ഓർഡിനറി ലാംഗ്വേജിൽ ഡിസയർ, അതായത് വേർഡ് മീനിങ് ആഗ്രഹം എന്ന് പറയും ഓർഡിനറി ലാംഗ്വേജിൽ. പക്ഷേ നമ്മളിവിടെ ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ, ഓർ ഇൻ ഷോർട്ട് ഡിമാൻഡ് ഈസ് ആൻ ഇഫക്റ്റീവ് ഡിസയർ. ഡിമാൻഡ് ഈസ് ആൻ ഇഫക്റ്റീവ് ഡിസയർ. അതായത്
വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് നമ്മളവിടെ ഡിമാൻഡിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ ഡിമാൻഡ് വിച്ച് കനോട്ട് ബി മെറ്റ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് കമ്മോഡിറ്റി. ഇറ്റ് ഈസ് നോൺ ആസ് unsatisfiable demand. Then another definition, that means demand means the various quantities of goods that would be purchased per time, then at different prices in the given market. Then otherwise the demand for a commodity is its quantity which consumers are able and willing to buy at various prices during the given period of time. ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് നമ്മൾ വാങ്ങിക്കാനും കൊടുക്കാനും തയ്യാറാവുന്ന പക്ഷം, പൈസ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പക്ഷം അതിന് എന്തെന്ന് പറയാം? അതിന് ഒരു സ്ട്രോങ് ഡിമാൻഡ്, ഒരു സ്ട്രോങ് ഡിസയർ എന്ന് പറയാം. ഡിമാൻഡ് ഈസ് ദ ബിഹേവിയർ ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. another word meaning demand is the behavior of potential buyers in the market. അവിടെ ആ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഡിമാൻഡ് ഈസ് ദ ബിഹേവിയർ ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സ്. പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇപ്പോൾ നമുക്ക് ടി വി വാങ്ങിക്കണം, കമ്പ്യൂട്ടർ വാങ്ങിക്കണം, മൊബൈൽ ഫോൺ വാങ്ങിക്കണം, ഇങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഈസ് ദ ബിഹേവിയർ ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സ്. അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ആ മേടിക്കാനുള്ള ജനങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് നമ്മളവിടെ ഒരൊറ്റ വേർഡിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. നല്ല ഡിമാൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ട്, സ്ട്രോങ്, അതായത് ഇതിലൂടെ ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിമാൻഡ് ഈസ് ദ ബിഹേവിയർ ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോസ്ഡ്, അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൊപ്പോസ്ഡ് ബയേഴ്സ്, പൊട്ടൻഷ്യൽ ബയേഴ്സ്. Then demand is meaningless unless it is stated with reference to a price. Demand is always at price. It is also expressed with reference to a particular period. This is so because with the passage of time at different prices, demand for a commodity or service may be different. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഡിമാൻഡും പ്രൈസും അതായത് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് പ്രൈസ് കൂടുകയോ പ്രൈസ് കുറയുകയോ ചെയ്യുമ്പോൾ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഡിമാൻഡ് എന്ന് മനസ്സിലായി. ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറയും. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. സോ ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയുടെ മദർ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? ഡിമാൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് demand means the various quantities of goods that would be purchased per period at different prices in the given market. The next topic like നമ്മൾ കടക്കാണ്. What is meant by law of demand? Next topic, what is meant by law of demand? അപ്പോൾ ഡിമാൻഡ് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവർക്കും ആൻസർ കിട്ടണം. എന്താ what is meant by demand? Demand is a strong desire backed by willingness and ability to pay. The next one is what is meant by law of demand. നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ അതാണ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻ എക്കണോമിക്സിലെ ലോ ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് higher the price, lower quantity will be demanded. Lower price, higher quantity will be demanded. Other factors are remain constant. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഒന്നുകൂടെ ആ സെൻറ്റൻസ് സാവധാനം റിപ്പീറ്റ് ചെയ്യാണ്. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ആൻഡ് ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോമിട്ടിട്ട് അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് ലോ ഓഫ് ഡിമാൻഡിന് സിമിലറിന് ഹയർ പ്രൈസ് കണ്ടോ, ഹയർ പ്രൈസ് lower quantity will be demanded. Lower price, higher quantity will be demanded. Other factors are remain constant. Other factors remains constant. അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്.
പ്രൈസ് മൂലം തന്നെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഹയർ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണം. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഗോൾഡിന് അപ് ടു ഡേറ്റ് ആയിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം, ആ സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കുറയുന്നുണ്ടോ? ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും നമ്മൾ മിക്കവാറും കണ്ടുവരുന്നൊരു ടെൻഡൻസി എന്ന് പറയുമ്പോൾ വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇലക്ട്രിസിറ്റി വൺ ഓഫ് ദി എക്സാമ്പിൾ, ഹയർ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും, കൺസംഷൻ കുറയ്ക്കും ഇല്ലേ? ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കും. നമ്മൾ ഓരോ സാധനങ്ങളും വില കൂടുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. എന്നാൽ വില കുറഞ്ഞു കഴിഞ്ഞാലോ, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ വില കുറഞ്ഞു, ഇലക്ട്രിക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടം പോലെ പർപ്പസ് അത് ഉപയോഗിക്കാനായിട്ട് ഇല്ലേ, പല വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് അതിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഹയർ പ്രൈസ്, അവിടെ നമ്മൾ പറയുന്നത് ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടാനോ കുറയാനോ ഉണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രൈസ് മൂലമായിരിക്കണം. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുകയും മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറി, വിലയൊന്നല്ല പ്രശ്നം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറി, അതിന് ഡിമാൻഡ് ഇല്ലാതെയായി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി, നമുക്ക് ആ പ്രൊഡക്റ്റ് ടെക്നോളജിക്കൽ ചേഞ്ച് വന്നു. പഴയ മൊബൈൽ ഫോൺസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ചെറിയ കീബോർഡ് കൂടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസൊക്കെ. അപ്പോൾ തന്നെ അതൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി തുടങ്ങി. അത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ വന്നുകൂടി അതൊക്കെ. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് അതൊക്കെ. അപ്പോൾ അവിടെ ഇത്തരം പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടാനുണ്ടായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസാണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന സോഷ്യൽ മീഡിയാസിൻ്റെ ഒക്കെ ഒരു അതിപ്രസരം, ടെക്നോളജിക്കൽ സോഷ്യൽ ചേഞ്ചസ് ഒക്കെയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ പറയുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് ആണ്. അത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അതായത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് കൂടുതൽ റിമ്യൂണറേഷനൊക്കെ, നമുക്ക് കൂടുതൽ പ്രതിഫലമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൺസംഷൻ കൂടും. നമ്മുടെ കയ്യിലുള്ള പൈസയുടെ തോത് കുറയും തോറും നമ്മുടെ കൺസംഷനും അതേസമയം കുറയും. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു പ്രൈസും അതും തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അതാണ് പറയുന്നത്, ഇതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അവിടെ സംഭവിക്കുന്നത്. ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. Then അവിടെ when the price of a commodity falls, the quantity demanded increases. When its price increases, its quantity demanded decreases. Thus, there is an inverse relationship between the price of commodity and the quantity demanded. This relationship is known as law of demand. Otherwise, another സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, സിമ്പിളായിട്ട് നമുക്ക് പറയുന്നത് the law of demand states that higher price lower quantity will be demanded, lower price higher quantity will be demanded. Other factors are remain, other factors are remain constant. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. Then, according to Samuelson's law of demand states that people will buy more at lower price and buy at lesser price. അങ്ങനെയും പറയാം. Then അവിടെ law of demand states that people will buy at lower price and buy less at higher price. The relationship described the law of demand in inverse or negative relationship because the variables move in opposite direction. So it is an inverse or negative relationship ആണ് ഏതിലുള്ള law of demandലെ inverse or negative relationship. No.
higher price, lower quantity will be demanded. Lower price, higher quantity will be demanded. Other factors are remain constant. That concept is called as law of demand. The relationship of price and quantity, there is an inverse or negative relationship in the case of law of demand. Then the law of demand is known as the first law of market. Next point adana, law of demand is the first law of market. That is the first law of market. ഓർക്കേണ്ട പോയിൻ്റാണ്. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ശരിക്കും ആദ്യം അങ്ങനെയാണ് പഠിച്ചു തുടങ്ങി. എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും. നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ തീരുമാനിക്കും, നമ്മൾ ആലോചിക്കും എത്രമാത്രം ഇതിന് ഡിമാൻഡ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വേസ്റ്റ് ചെയ്ത് പോവുമോ? നിങ്ങൾ കാറ്ററിംഗ് സർവീസിനൊക്കെ ആലോചിക്കുക, സിമ്പിളാണ്. എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, ഞാൻ അവിടെ നമ്മൾ എത്ര പേരുണ്ടാവും എന്ന് പറയുന്നൊരു ഏകദേശം ആ ഒരു പ്രൊപ്പോസ്ഡ് ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം അവിടെ നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, ഫോർകാസ്റ്റിംഗ് ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് വളരെയധികം പ്രാധാന്യം ഏതിനുണ്ട്? എക്കണോമിക്സിലുണ്ട് ഇല്ലേ? എക്കണോമിക്സിൽ അതിനുള്ള പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ദെൻ അത് മുൻകൂട്ടി ഫോർകാസ്റ്റിംഗ് ഓഫ് ഡിമാൻഡ് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കണം. ഡിമാൻഡ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ the law of demand is known as the first law of market. The law of demand was propounded by Marshall. We call the law of demand a law because it can be widely applied to buyer behavior. ഇത് ബയേഴ്സ് ബിഹേവിയറിനെ വിൽ കോൾ ദ ലോ ഓഫ് ഡിമാൻഡ് ലോ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി വൈഡ്ലി അപ്ലൈഡ് ടു ബയർ ബിഹേവിയർ. ഈ ഒരു കോൺസെപ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ബയേഴ്സ് ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്? അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. നിങ്ങളതിലില്ലെങ്കിൽ അത് എഴുതി വയ്ക്കുക. വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ അതായത് നമ്മൾ പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ലോ ഓഫ് ഡിമാൻഡ്, അപ്പോൾ പോയിന്റ് നിങ്ങൾ കുറിച്ച് വെക്കണം. ഒരു 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യും. വാട്ട് ഈസ് മീൻ ബൈ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി ഫോളോയിങ് അസംഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഓഫ് ദ ബയർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒരു കൺസ്യൂമറുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഇൻകം ലെവൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇൻകം ഓഫ് ദ ബയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻകം ഓഫ് ദ ബയർ എല്ലാം ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ഇൻകം. കണ്ടോ, ഇൻകം ഓഫ് ദ ബയർ വിൽ ബി കോൺസ്റ്റൻറ്റ്. ഇൻകത്തിൽ യാതൊരു ചേഞ്ച് ഉണ്ടാവരുത്. അതായത് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടാനുണ്ടാകാവുന്ന കാരണം എന്ന് പറയുന്നത് കസ്റ്റമറുടെ കയ്യിലുണ്ടായിരിക്കുന്ന പ്രൈസ് എന്താ പറയുക, ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിരിക്കരുത്. ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കൂടി, ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺസംഷൻ വ്യത്യാസം വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൻകം കൂടിയതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി അദ്ദേഹത്തിനുണ്ടാവും. അവിടെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുണ്ടായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ യാതൊരു വ്യത്യാസമില്ല, അതേപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഏതിലാണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്? ഇൻകം ഓഫ് ദ കൺസ്യൂമറുടെ കയ്യിലുള്ള പണത്തിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചെന്താ, ഹയർ ദി പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും പ്രൈസ് എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ മൂലം ഡിമാൻഡിൽ വ്യത്യാസം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫാക്ടറാണ് ഇത് ഇൻകം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇൻകം ഓഫ് ദ ബയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഞാൻ ഇൻകം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ഇൻകം ഓഫ് ദ ബയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് കസ്റ്റമറുടെ കയ്യിലുള്ള ഇൻകം ലെവലിൽ യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ലാതിരിക്കണം. ഇൻകം ഓഫ് ദ ബയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് സെയിം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് സെയിം. അതായത് കൺസ്യൂമറുടെ ആ പ്രൊഡക്റ്റിനോടുള്ള അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവാനായിട്ട് പാടില്ല.
ടേസ്റ്റിന് പ്രിഫറൻസ് വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഫാഷൻ മാറുക. ഫാഷൻ മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതൊന്നും നോക്കില്ല. ഫാഷൻ മാറുമ്പോൾ എന്തെങ്കിലും പുതിയ ഫാഷനിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ പഴയ എന്താ പറയുക, ചില ഫാഷൻ മാറുന്നതിനനുസരിച്ച് പഴയ ഉപയോഗിച്ചിരുന്ന പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റും. അവിടെ ചെയ്യുന്നത് ചില പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകാവുന്ന കാരണം എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറി. കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റിന് വാങ്ങിക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ എന്താ, ട്രെൻഡ് മാറി. ആ ട്രെൻഡ് മാറി. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഗേൾസിൻ്റെയും അതുപോലെ ബോയ്സിൻ്റെയും ഒക്കെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഷർട്ടുകളിലും ഫുൾ സ്ലീവും ഹാഫ് സ്ലീവ് അങ്ങനെയൊക്കെ ഇങ്ങനെ മാറി മോഡൽസ് ഇങ്ങനെ മാറി വരുമല്ലോ. ആ മോഡൽസ് മാറുന്നതിനനുസരിച്ച് മുൻപത്തെ മോഡലിന് ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയ മോഡൽ പിന്നെയും ഇറങ്ങി വരുന്ന മോഡൽസിന് ഡിമാൻഡ് ഉണ്ടാവും. അവിടെ ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമറാണ്. അപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമറിലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിമെയിൻസ് സെയിം. ഇതെല്ലാം അപ്പോൾ ഞാനിവിടെ പറയുന്നു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ് സെക്കൻഡ് പോയിന്റ്. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സെക്കൻഡ് പോയിന്റ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. തേർഡ് പോയിന്റ്, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഉണ്ടോ? പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഇതെല്ലാം സെയിം ആയിരിക്കണം കേട്ടോ. അവിടെ എല്ലാം ഓൾ ആർ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതിയിരിക്കണം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻറ്റ്സ് റിമെയിൻ സെയിം. അവിടെ നമുക്ക് പറയുകയാണെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഓർ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവാം. വൺ ഓഫ് ദി എക്സാമ്പിൾ ടീ ആൻഡ് കോഫി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ദെൻ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അതായത് ടീക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോഫി ഉപയോഗിക്കാം, കോഫിക്ക് പകരം ടീ ഉപയോഗിക്കാം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാണ്. ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാമെന്ന് പറയാം. അതായത് അവിടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടാനോ കുറയാനോ കാരണമാകുക എന്ന് പറയുന്നത് ബേസിക് കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷൻ അല്ല, അതർവൈസ് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷനാണ്. അതായത് ടീയുടെ ഡിമാൻഡ് കൂടാനുണ്ടാകാവുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കോഫിയുടെ പ്രൈസ് കൂടുന്നത് കൊണ്ടാണ്. ടീ ആണ് നോർമലി എല്ലായിടത്തും ടീയുടെ കൺസംഷൻ കൂടാനുണ്ടായിരിക്കുന്ന കാരണം വെച്ചാൽ ടീയുടെ വില കുറവാണ്, ചായയുടെ വില കുറവാണ്, കാരണം കോഫിയുടെ വില കൂടുതലാണ്. കോഫിയുടെ വില കൂടുന്നത് കൊണ്ടാണ് ആളുകൾ അതിന് പകരം ഇതും ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ടീ ഉപയോഗിക്കാനുണ്ടായിരിക്കുന്ന കാരണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ചില പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകാവുന്ന ഫ്ലക്ച്വേഷൻ മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കാം. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തെന്ന് പറയാൻ പറ്റില്ല, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുന്നത് എന്താണ്, വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ അതിൽ പറയുന്നത് എന്താ, പ്രൈസ് മൂലം തന്നെ ആയിരിക്കണം ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, അതല്ലാതെ ഇൻകം ഓഫ് ദ കൺസ്യൂമറിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസോ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് അതൊന്നും എന്താ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന പെർവ്യൂവിൽ ഉൾപ്പെടുന്നില്ല. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിമെയിൻസ് സെയിം. Then next one is there is no expectation of change of price of commodity in the near future. There is no expectation. There is no expectation in future. There is no expectation in price of commodity in the near future. There is no expectation related to future. In the near future, അതായത് ഫ്യൂച്ചറിൽ ചില കമ്മോഡിറ്റീസിൻ്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യാം എന്ന് പറയുന്നൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗോൾഡിൻ്റെ വില കുറയുമോ, ഗോൾഡിൻ്റെ വില കൂടുമോ, അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ വാങ്ങിക്കേണ്ട പിന്നീട് വാങ്ങിക്കാം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഫ്യൂച്ചറിൽ ചില പ്രോഡക്റ്റുകളുടെ പ്രൈസ് കൂടുക കുറയാനോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു എക്സ്പെക്റ്റേഷൻ മൂലം ഇപ്പോൾ വാങ്ങിക്കേണ്ട കേട്ടോ, ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ വാങ്ങിക്കേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞാൽ വില കുറയും, അപ്പോൾ നമുക്ക് വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനിയും വില കൂടും കേട്ടോ, അപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വാങ്ങിക്കുകയാണ്. ഇപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ, ഇപ്പോൾ ഒരു 38 40 എന്നൊക്കെ പറയുന്നു. ഒരു
പവൻ അല്ലെങ്കിൽ 8 ഗ്രാം ഗോൾഡിൻ്റെ വില ഇത്രയാണ് 38,000 എന്നൊക്കെ പറയുകയാണ്. ഇനിയും നമുക്ക് ഓരോ വർഷം ചെല്ലുമ്പോൾ ഇത് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം വാങ്ങിക്കാം എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യും എന്ന് പറയുന്ന ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മളത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ഡിമാൻഡ് കൂടാനും കുറയാനും ഉണ്ടാകാവുന്ന കാരണം. ഫ്യൂച്ചറിൽ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുന്ന തോന്നലാണെങ്കിൽ ആ കോൺസെപ്റ്റിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി പ്രസ്റ്റീജ് കമ്മോഡിറ്റി. ഷുഡ് നോട്ട് ബി പ്രസ്റ്റീജ് കമ്മോഡിറ്റി. should not be prestige commodity. പ്രസ്റ്റീജ് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ ആഡംബര വസ്തുക്കളെയാണ് നമ്മൾ എന്താ പറയുക, പ്രസ്റ്റീജിയസ് എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇപ്പോൾ ലക്ഷറി ഐറ്റംസ്, അതായത് ഒന്നുകൂടെ BMW കാറിനൊക്കെ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് ഉൾപ്പെടുത്താം. അതേപോലെ ഗോൾഡ് പറയാൻ പറ്റില്ല, ഗോൾഡിനേക്കാളും ഡയമണ്ട്സ് വൺ ഓഫ് ദി അനദർ എക്സാമ്പിൾ ഫോർ ദി പ്രസ്റ്റീജിയസ് ഗുഡ്സ്. ഈ പ്രസ്റ്റീജിയസ് ഗുഡ്സ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വില കുറഞ്ഞാൽ കൂടുതൽ വാങ്ങിക്കില്ല. വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസ്റ്റീജിയസ്, അതായത് പ്രസ്റ്റീജ് നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണിക്കുന്നതാണ്. റൈമണ്ട് സ്യൂട്ട് വൺ ഓഫ് ദി എക്സാമ്പിൾ അല്ലേ. ആ സ്യൂട്ടൊക്കെ ധരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രസ്റ്റീജിയസ് എന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ആ ഒരു ഇംപ്രഷൻ, ആ ഒരു സ്റ്റാറ്റസിനെയാണ് നമ്മൾ പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാതെ വരികയാണെങ്കിൽ അത് വില കുറയുമ്പോഴാണ് അത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസ്റ്റീജിയസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ അത് പ്രസ്റ്റീജിയസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടില്ല. ഇവിടെ പറയുന്നത് ദ കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി പ്രസ്റ്റീജ് കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഒരു കാരണവശാലും പ്രസ്റ്റീജ് കമ്മോഡിറ്റി ആവാനായിട്ട് പാടില്ല. പ്രസ്റ്റീജിയസ് കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതാണ് പ്രസ്റ്റീജിയസ് കമ്മോഡിറ്റീസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് അതാണ് ദ സൈസ് ഓഫ് പോപ്പുലേഷൻ. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. സൈസ് ഓഫ് പോപ്പുലേഷൻ. സൈസ് ഓഫ് പോപ്പുലേഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് ചില കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് കൂടാനുണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതായിരിക്കാം. അപ്പോൾ ടൂറിസമൊക്കെ വൺ ഓഫ് ദി എക്സാമ്പിളാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇനിയും ആളുകൾ കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ദ സൈസ് ഓഫ് പോപ്പുലേഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. അവിടെ അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് consumer do not know about any new substitute product. അതായത് consumer do not know any new substitute product. Consumer do not know. Consumer do not know about any new substitute product. അതായത് ഇപ്പം നമ്മൾ പറയുന്നുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ ആവുക. ഇപ്പോൾ ഇനിയൊരു പുതിയൊരു പ്രോഡക്റ്റ് കൂടെ ഇപ്പം നമ്മളിപ്പോൾ മൊബൈൽ ഫോൺസൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസ്, അതായത് ആൻഡ്രോയിഡ് ടെക്നോളജിയുള്ള ഫോൺസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുതുതായിട്ട് വരും. അപ്പോൾ മാർക്കറ്റിൽ ഇനിയും പുതിയൊരു മൊബൈൽ ഫോൺ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അബൌട്ട് എ ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. ദെൻ വീണ്ടും ഒരു എക്സ്പെക്റ്റേഷൻ വരികയാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഒരു കാരണവശാലും അത്തരത്തിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ഞാൻ എഴുതിയത് ലോ ഓഫ് ഡിമാൻഡിൽ ലോ ഓഫ് ഡിമാൻഡ് മീൻസ് higher the price, lower quantity will be demanded. Lower price, higher quantity will be demanded. Other factors are remain constant. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രം, അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന എക്സാമ്പിളിൽ. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഡിമാൻഡ്? ഹയർ പ്രൈസ്, ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. ലോവർ പ്രൈസ്, ഹയർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്. അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്.
മറ്റുള്ള ഫാക്ടേഴ്സിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ലാതെ തന്നെ പ്രൈസ് എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ മൂലം ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ദെൻ ആ ലോ ഓഫ് ഡിമാൻഡിലെ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ്, വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്? വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്? Assumptions of law of demand, income of the buyer remain constant, taste and preference of the consumer remain constant, price of related goods remain constant. അതായത് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കണം കേട്ടോ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, അതുകൂടെ എഴുതിയെടുക്കാം. പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് remain constant. There is no expectation in the price of commodity in the near future. There is no expectation in the price of commodity near future. Should not be prestige commodity. നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്മോഡിറ്റി ഒരു prestige commodity ആവാനായിട്ട് പാടില്ല. Size of population remains constant. The consumers do not know about any new substitute product. Consumer do not know about any new substitute product. About any new substitute product. Substitute product മാർക്കറ്റിൽ അവൈലബിൾ ആവും എന്ന് പറയാനുള്ളൊരു സാഹചര്യം, എന്ന് മനസ്സിലാക്കാനൊരു സാഹചര്യം ഉണ്ടാവാനായിട്ട് പാടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മളത് എന്തെന്ന് പറയാൻ പറ്റുമോ, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, what is meant by demand schedule? Next topic adana, what is meant by demand schedule? Demand schedule means, next demand schedule. Demand schedule. What is meant by demand schedule? Demand schedule, it is the table or chart showing the quantities of a commodity demanded at different prices at a particular time in a particular market. Then it is a table or chart showing the quantities of commodity demanded at different prices at a particular time in particular market. Or the law of demand presented in a table is known as demand schedule. The table presentation of a what is meant by the law of demand explained with the help of schedule. Demand schedule is a list of prices and corresponding quantities in the table or chart, the quantities of commodity demanded. The table presentation of a law of demand is called as demand schedule. അതായത് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ നമുക്ക് ഏത് രീതിയിലാണ് കാണിക്കുക, ഒരു ടേബിൾ പ്രസൻറ്റേഷനിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് കാണിക്കുക, ഡിമാൻഡ് ഷെഡ്യൂൾ കാണിക്കുക. ദെൻ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് ഇതായിരിക്കും ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദ ടേബിൾ പ്രസൻറ്റേഷൻ ഓഫ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂളുണ്ട്, ഡിമാൻഡ് ദെൻ അവിടെ ഡിമാൻഡ് ഷെഡ്യൂളും പറയാറുണ്ട്, ഡിമാൻഡ് കർവും പറയാറുണ്ട്. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് എ ലോ ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ് കർവ്. The graphical presentation of a law of demand is called as demand curve. The table presentation of a law of demand is called as demand curve. നമുക്കതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രൈസസ് ഓഫ് ഓറഞ്ചസ് കണ്ടോ, ഇങ്ങനെ ഒരു ടേബിൾ ഫോമിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ കണ്ടോ, ഡിമാൻഡ് ഷെഡ്യൂളാണ്. ഈ ഡിമാൻഡ് ഷെഡ്യൂളിലെ ഒരു കോളം നമ്മൾ എന്ത് കൊടുക്കണം, പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി കണ്ടോ, ഇവിടെ ഓറഞ്ച് കൊടുക്കാം, ഒരു ഓറഞ്ചിൻ്റെ വിലയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ 100 രൂപയാണ്. ദെൻ ഇവിടെ 100 രൂപ ആയിക്കഴിഞ്ഞാൽ 1 കിലോഗ്രാം വാങ്ങിക്കും. അതേസമയം 2 കിലോഗ്രാം, 3 കിലോഗ്രാം, 4 കിലോഗ്രാം, 5 കിലോഗ്രാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒന്നുകൂടെ പറയാം. ഡിമാൻഡ് ഷെഡ്യൂളിൽ what is meant by demand schedule? The table presentation of a law of demand is called as demand schedule. Demand schedule നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൈസ് ഓഫ് ഓറഞ്ചസ്, ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 100 rupees 1 kilogram, 90 rupees 2 kilogram, 80 rupees 3 kilogram, 70 rupees 4 kilogram, 60 rupees 5 kilogram. വില കുറയും തോറും കൂടുതൽ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വില കൂടുന്തോറും കുറവ് വാങ്ങിക്കുന്നു. അപ്പോൾ ഹയർ പ്രൈസ്
lower quantity will be demanded. Lower price, higher quantity will be demanded. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കതിൽ കാണിക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുക, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാം. അപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണെന്ന് മനസ്സിലായി. ഈ ഡിമാൻഡ് ഷെഡ്യൂളിലെ ദെൻ ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂളിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. First one is individual demand. Next one is types of demand schedule. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിമാൻഡ് ഷെഡ്യൂളിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. Types of demand schedule. Types of demand schedule, individual demand schedule. ഈ തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളാണ്. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളാണ്. അവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ നിങ്ങൾ എഴുതേണ്ടത് ആൻഡ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ലിസ്റ്റ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി which an individual consumer buy at different possible price in the market. It takes into account the demand of an individual demand schedule. It take into account the demand of an. ഇപ്പോൾ ഞാൻ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഒരു കണക്ക് മാത്രമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളാണ്. അപ്പോൾ ഒരു കടയിൽ ഇപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, എന്നെപ്പോലെ ഒരുപാട് പേര് പോകുന്നുണ്ടായിരിക്കാം. നമ്മളൊരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി, ടോട്ടൽ മാർക്കറ്റ് ഷെഡ്യൂളായി. ആണോ? ഒരു ദിവസം ഒരാൾ മാത്രം വാങ്ങിക്കുന്നതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്നും, ഒന്നിൽ കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു, ദെൻ ടോട്ടൽ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിൽ an individual demand schedule is a list of various quantities of a commodity which an individual consumer buys at different possible prices in the market. It takes into account the demand of an individual. Second one is market demand schedule. Second one is market demand schedule. Market demand schedules shows how much quantity is demanded by all the consumers in the market. How much quantity is demanded by all the consumers in the market at different prices in the sum of total of all individual demand schedule. It is the sum of total of all individual demand schedule. അതായത് ഇവിടെ നമ്മൾ പറയുകയാണ് ABCD. അതായത് ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിനെ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, പ്രൈസ്, പിന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 5, 10, 15, 20, 25 ഇങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്. എ എന്ന് പറയുന്നൊരു കൺസ്യൂമർ, ബി, സി, ഡി, ഇ. ഇവർ 5 കിലോഗ്രാം, 6 കിലോഗ്രാം, 5 കിലോഗ്രാം, 6 കിലോഗ്രാം, 8 കിലോഗ്രാം. കേട്ടോ? ടോട്ടൽ 30. ഇങ്ങനെയാണ് ഒരു ടേബിളിൽ ഇത് പ്രസൻറ്റ് ചെയ്യണമെന്ന് കരുതാം. കണ്ടോ? ഇത് എ എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ, ബി എന്ന് പറയുന്ന കൺസ്യൂമർ, സി, ഡി, ഇ എന്ന് പറയുന്ന ഒരു കൺസ്യൂമറാണ്. ഇവർ വാങ്ങിക്കുന്ന ടോട്ടലായിരിക്കും ഇവിടെ കാണിക്കേണ്ടാവുക. ദെൻ ലാസ്റ്റ് കോളത്തിൽ ടോട്ടൽ കൺസംഷനാണ് കാണിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കണം. കണ്ടോ? അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ 5 rupees, 10 rupees. കണ്ടോ? 5 rupees, 10 rupees, 15, 20, 25. എ എന്ന് പറയുന്ന കൺസ്യൂമർ 5, 6, 5, 6, 8 ടോട്ടൽ 30 കിലോഗ്രാം. നെക്സ്റ്റ് 4, 5, 4, 5, 6, 24. നെക്സ്റ്റ് 3, 4, 3, 4,
5, then 19, 2, 3, 2, 3, 4, 14, then 1, 2, 1, 2, 2, 8. നമ്മൾ രണ്ട് തരത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഷെഡ്യൂളും. ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഒരു ഇൻഡിവിജ്വൽ ഇത്ര രൂപയായിരിക്കുമ്പോൾ ഇത്ര കിലോഗ്രാം വെച്ച് വാങ്ങിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ ഇൻഡിവിജ്വൽ മാർക്കറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. ഇതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. ഇതിനെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയും. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും ഇതിനെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നു. ദെൻ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ what is the meaning of market demand schedule? That means market demand schedule shows how much quantity will be demanded by an individual, demanded by all individuals in the market at different prices. അതായത് എ എന്ന് പറയുന്ന ആൾ, ബി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നു, ഡി എന്ന് പറയുന്നു, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ്. 5 രൂപയായിരുന്നപ്പോൾ 5 കിലോഗ്രാം എ വാങ്ങി, 6 കിലോഗ്രാം ബി, സി എന്ന് പറയുന്ന ആൾ 5 കിലോഗ്രാം, ഡി എന്ന് പറയുന്ന ആൾ 6 കിലോഗ്രാം, ഇ എന്ന് പറയുന്ന ആൾ 8 കിലോഗ്രാം വാങ്ങിയിട്ടുണ്ട്. മൊത്തം അവിടെ എത്ര കിലോഗ്രാം വാങ്ങിയിട്ടുണ്ട്? 30. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്നാൽ 25 രൂപയായപ്പോൾ എ വാങ്ങിയത് 1 കിലോഗ്രാം, ബി വാങ്ങിയത് 2 കിലോഗ്രാം, സി 1 കിലോഗ്രാം, ഡി 2 കിലോഗ്രാം, ദെൻ ഇ 2 കിലോഗ്രാം. പക്ഷെ ഇവരൊക്കെ വില കൂടും തോറും ഇവരെ കൺസംഷനൊക്കെ കുറേ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടോ, 8 വാങ്ങിയ ആൾ 6ആയി, 5ആയി, 4ആയി, 2ആയി. കണ്ടോ, കുറേ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ എന്ത് പറയണു? ഇങ്ങനെയാണെങ്കിലാണ് ഇതിനെന്ത് പറയുക? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നും, ഇതാണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു എന്താ പറയുക സമ്മറിയിലേക്ക് നമുക്ക് പോവാം. ആ സമ്മറിയിൽ ദെൻ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ദാറ്റ് മീൻസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. സോ ഡിമാൻഡ് ഈസ് ദ മദർ ഓഫ് പ്രൊഡക്ഷൻ. ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ്റെ മദറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഡിസയർ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ്. In short, demand is an effective desire. A demand which cannot be met due to shortage of commodity is known as unsatisfiable demand, or demand is the behavior of the potential buyers in the market. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ demand is the behavior of potential buyers in the market. അതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. Then next one is what is meant by law of demand. Higher price, lower quantity will be demanded. Lower price, higher quantity will be demanded. Other factors are remain constant. What are the other factors എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിലെ പ്രൈസ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രൈസ് മൂലം ഉണ്ടാകാവുന്ന ചേഞ്ചസ് മാത്രമായിരിക്കണം. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പ്രൈസ് മൂലം മാത്രം ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അതിന് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോൾ വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അസംഷൻസ് എന്ന് പറയുന്നത്? ഇൻകം ഓഫ് ദ ബയർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. Income of the consumer remain constant. Second one is taste and preference of the consumer remain constant. Price of related goods remain constant. Consumer do not know about any new substitute product. Then there is no expectation of changes in the price of commodity. The commodity should not be prestigious goods, and the size of population remain constant. ഇതാണ് ഇത് അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡിലെ. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി, ദറ്റ് ഈസ് ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ദ ഫസ്റ്റ് ലോ ഇൻ ദ മാർക്കറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് ലോ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ, ദ ടേബിൾ പ്രസൻറ്റേഷൻ ഓഫ് എ ലോ ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു പട്ടിക എന്നാണ് അർത്ഥം, അല്ലേ? അതായത് ഒരു ടേബിൾ വരച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയെ ഒരു ടേബിളിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാൻ പറ്റും? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? ദ ടേബിൾ, ഇറ്റ് ഈസ് എ ടേബിൾ പ്രസൻറ്റേഷൻ ഓഫ് എ ലോ ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ് ഷെഡ്യൂൾ.
Then the law of demand present in the table is known as demand schedule. Demand schedule does not say what the price is, it is only says what quantity should be bought at different possible prices. Different pricesൽ എത്ര ക്വാണ്ടിറ്റീസ് മാത്രം വാങ്ങിക്കുന്നുണ്ട് എന്ന് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ, സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. രണ്ട് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് schedule, an individual demand schedule is a list of various quantities of a commodity which an individual consumer buy at different possible prices. അതായത് an individual demand schedule is a list of various quantities of a commodity purchased by an individual at different possible prices. Second one is, what is meant by market demand schedule? Market demand schedule shows how much quantity is demanded. How much quantity is demanded by all consumers in the market at different prices. It is a sum total of all individual demand schedule. അപ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് കൂടെ കയ്യിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ പോയിൻറ്റ്സ് എഴുതിയെടുക്കണമെങ്കിൽ അത് എഴുതിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാം. ഇപ്പോൾ അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണുന്നില്ല. പക്ഷേ അത് എഴുതുന്ന വരാവുന്ന ക്വസ്റ്റൻ ആണ്. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റനിലൊക്കെ ചിലപ്പോൾ ചോദിക്കും, വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അങ്ങനെ ചോദിക്കുമ്പോൾ അതുകൂടെ എഴുതണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു കീ പോയിൻറ്റ്സ് ആയിട്ട്, മുഴുവനായിട്ട് നോട്ടായിട്ട് എഴുതണമെന്നൊന്നും പറയുന്നില്ല. ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതിന് ഒരു കീ പോയിൻറ്റ്സ് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ തറവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.